സ്വർണ്ണപ്പണയ വായ്പകൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പുറപ്പെടുവിക്കുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുകയാണ്. വായ്പാ നയ അവലോകന യോഗത്തിന് ശേഷം റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. സ്വർണ്ണം ഈടായിട്ട് സ്വീകരിച്ച് വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്കും സ്വർണ്ണപ്പണയ വായ്പകൾക്കും പുതിയ ചട്ടക്കൂട് കൊണ്ടുവരാനാണ് റിസർവ് ബാങ്കിന്റെ പുതിയ തീരുമാനം. ഇത്തരം സ്ഥാപനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഏകീകരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ഇത്തരം വായ്പകളുടെ അപകട സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് പുതിയ മാനദണ്ഡങ്ങളും സമഗ്രമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് ബാങ്കുകളും NBFCകളും സ്വർണ്ണപ്പണയ വായ്പ നൽകുന്നതിൽ അസാധാരണമായിട്ടുള്ള വർധനയുണ്ടായിട്ടുണ്ട്. 1.78 ലക്ഷം കോടി രൂപയായി വായ്പ വർദ്ധിച്ചു. സ്വർണ്ണവില കുതിച്ചുയരുന്നതോടുകൂടി സ്വർണ്ണ വായ്പ ബിസിനസ് അതിവേഗം വളരുകയും ചെയ്തു. കടം വാങ്ങുന്നയാൾ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സ്വർണം ലേലം ചെയ്യാൻ കഴിയുന്നതിനാൽ തന്നെ ബാങ്കുകളും അതോടൊപ്പം തന്നെ NBFCകളും ഇതിനെ നല്ലൊരു ബിസിനസ്സായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇത് തടയിടാനായിട്ട് തന്നെ RBI ഇപ്പോൾ രംഗത്തെത്തുകയായിരുന്നു. സ്വർണ്ണ വായ്പാ രീതികൾ പരിശോധിച്ച RBI സ്വർണ്ണ വായ്പാ ഇടപാടുകളിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തുകയുണ്ടായി. സ്വർണം പുതുക്കി വയ്ക്കാനോ വായ്പയുടെ കാലാവധി നീട്ടുകയോ വേണമെങ്കിൽ വായ്പയുടെ മുഴുവൻ മുതലും പലിശയും തിരിച്ചടക്കേണ്ടതുണ്ട്. ഉപഭോക്താവിൻ്റെ സാന്നിധ്യമില്ലാതെ സ്വർണത്തിൻ്റെ മൂല്യനിർണ്ണയം, വേണ്ടത്ര ജാഗ്രതയില്ലായ്മ, അതോടൊപ്പം തന്നെ ഉപഭോക്താവ് വീഴ്ച വരുത്തിയാൽ സ്വർണം ലേലം ചെയ്യുന്നതിലുള്ള സുതാര്യതയില്ലായ്മ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചാണ് RBIയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. Please subscribe our channel.